ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ആർ യു റെഡി? Yes. Yes. കന്യാകുമാരിക്ക് യാത്ര ലെസൺ ആണ് നമുക്ക് എടുക്കേണ്ടത് അല്ലെ? കന്യാകുമാരിക്ക് യാത്ര അത് എടുക്കുമ്പോണ്ടായിട്ടല്ലോ, പേര് ഉണ്ടായിട്ടുണ്ടല്ലോ, കുറച്ച് പേര് ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ കന്യാകുമാരിക്ക് യാത്ര പേജ് നമ്പർ 57 എടുത്തു വെച്ചോളൂ. ओके, कार्ड का परिचय। इस यात्रा वृत्तांत में तमिलनाडु के दक्षिणी तट पर बसे खूबसूरत शहर कन्याकुमारी के दर्शनीय स्थानों को वर्णन किया गया है. ഈ യാത്രാ വിവരണത്തിലൂടെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട കന്യാകുമാരിയിലെ കാഴ്ചകൾ എവിടെയൊക്കെയാണ് ആ കാഴ്ചകൾ ഉള്ളത് എന്നതിനെ കുറിച്ചാണ് വർണ്ണിച്ചിട്ടുള്ളത്. कार्ड का उद्देश्य ऐतिहासिक स्थलों से संबंधित इतिहास की जानकारी द्वारा ज्ञानवर्धन करना. അതായത് ഈ പാഠം തന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ചരിത്രപരമായ സ്ഥലങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവ് നേടുക. ചരിത്രപരമായ സ്ഥലങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവ് നേടുക എന്ന ലക്ഷ്യമാണ് വീഡിയോ ഓൺ ചെയ്യോ മോനെ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. മോർണിംഗ്. എന്താ ലേറ്റ് ആയി? പെട്ടെന്ന് ഇട്ടുണ്ടോ മെസ്സേജ്? ഉറങ്ങിപ്പോയായിരുന്നു. ഓ അതെയോ, ഓക്കെ, സോറി കേട്ടോ. ഇവിടെ 2 കുട്ടികൾ മാത്രം ഉണ്ട് ക്ലാസ്സിൽ. അപ്പൊ മിസ് കരുതി 2 കുട്ടികളല്ലേ ഇല്ലു, അവരെ മിസ്സിൽ 2 സൈഡിലായിട്ട് ഇരുത്തിയാൽ പോരെ. ശ്രീദേവ് ഉണ്ട്, നമ്മുടെ ഫെയ്ത്തും ഉണ്ട്. ഫെയ്ത്തിനെ കണ്ടേ? ഫെയ്ത്ത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അവർ കിട്ടുമല്ലോ ക്ലാസ്, അതിനു വേണ്ടിയില്ലേ. നിങ്ങൾക്ക് ഒരു ബിറ്റ് മാത്രം എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് മിസ് എല്ലാ മിസ്സും സാറിനോട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തത്. കുറച്ച് കുട്ടികളാണെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് മോർണിംഗ് കൂടി ക്ലാസ് തന്നാലേ നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്നത് കുറച്ചുകൂടി ആവുമല്ലോ. അതിനു വേണ്ടി വിദ്യാഭ്യാസം 18 നാട്ടിലേക്ക്. എന്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ഞാൻ നാളെ നാട്ടിലേക്ക് വരിക. നാളെ വരുന്നുണ്ട്. നാളെ വരിക. ടെക്സ്റ്റ് ബുക്ക് എല്ലാ സെറ്റപ്പും മിസ് ചെയ്തു വന്നു. യു ആർ വെൽക്കം. നോട്ട് എഴുതി തരാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫെയ്ത്ത് ഉണ്ടെന്നാ പറഞ്ഞേ. ഞാനുണ്ട്. നോട്ട് എഴുതാൻ മിസ് ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ടെക്സ്റ്റ് മിസ് തരും. എപ്പോഴാ നാളെ നാട്ടിലെത്തുന്നേ? നാളെ രാത്രി. ഓക്കെ, യു ആർ വെൽക്കം. ഈ കുഞ്ഞു മക്കള് പറയുന്നേ എന്തോ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ല. അവൻ ഇങ്ങോട്ട് പറഞ്ഞു. നോക്കാം. നെക്സ്റ്റ് ലെസൺ പേജ് നമ്പർ 57, കന്യാകുമാരിക്ക് യാത്ര, ട്രിപ്പ് ഓഫ് കന്യാകുമാരി. അതാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെയുള്ളത് ലെസൺ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ മക്കളെ? നിങ്ങൾക്ക് 9ാമത്തെ ലെസൺ വരെ കംപ്ലീറ്റ് അല്ലേ? ഒന്ന് ചെക്ക് ചെയ്തോ. വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 9ാമത്തെ ലെസൺ മിസ് പറഞ്ഞുതരാം. ആ ലെറ്റർ ഭഗത് സിംഗിന്റെ ലെറ്റർ അല്ലേ? അപ്പൊ കംപ്ലീറ്റ് ആയി. അപ്പൊ കന്യാകുമാരിക്ക് യാത്രയാണ് ഇന്ന് എടുക്കേണ്ടത്. മിസ് പറഞ്ഞുതരാം, നീ ശ്രദ്ധിച്ചാൽ മതി.
കന്യാകുമാരി की यात्रा ट्रिप टू കന്യാകുമാരി പാഠക പരിചയം ഈ പാഠഭാഗം പരിചയപ്പെടുത്തിയിരുന്നത് ഇങ്ങനെയാണ് इस यात्रा वृत्तांत में तमिलनाडु के दक्षिणी तट पर बसे खूबसूरत शहर കന്യാകുമാരി के दर्शनीय स्थानों को वर्णन किया गया है അതായത് ഈ യാത്ര ഒരു യാത്രാ വിവരണമാണിത് ഒരു യാത്രാ വിവരണം ഈ യാത്രാ വിവരണത്തിലൂടെ തമിഴ്നാട്ടിലെ അതായത് പ്രധാനപ്പെട്ട കന്യാകുമാരിയിലെ പ്രധാനപ്പെട്ട അതായത് എന്താണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സ്ഥലങ്ങളെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത് കന്യാകുമാരിയിലെ പാഠക ഉദ്ദേശം ഈ പാഠഭാഗം തന്നതിന് ഒരു ലക്ഷ്യമുണ്ട് എന്താണ് ऐतिहासिक स्थलों से संबंधित इतिहास की जानकारी द्वारा ज्ञानवर्धन करना എന്താണ് ചരിത്രപരമായ സ്ഥലങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ആ ചരിത്രത്തിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി അറിവ് കൂടുതൽ നൽകുക എന്നതാണ് ഈ പാഠഭാഗം തന്നതിന്റെ ലക്ഷ്യം ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് കന്യാകുമാരി എന്ന സ്ഥലത്തെ കുറിച്ചും അവിടുത്തെ പ്രകൃതി വർണ്ണനെ കുറിച്ചുമാണ് ഈ പാഠഭാഗത്തിൽ കൊടുത്തിരുന്നത് ഓക്കെ ആയോ വിദ്യാസേ फर्स्ट पैराग्राफ जब से मैंने सागर की लहरों के बीच सूर्योदय और सूर्यास्त की सुंदरता के बारे में पढ़ा था तब से तमिलनाडु के दक्षिणी तट पर बसे खूबसूरत शहर कन्याकुमारी को देखने की बहुत इच्छा थी അതായത് കന്യാകുമാരിയെ കുറിച്ച് മുമ്പേ ഞാൻ ഈ ലേഖകൻ പറയാണ് എന്ത് യാത്രാ പറയാണ് കുട്ടിക്കാലത്ത് സൂര്യോദയത്തെ കുറിച്ചും സൂര്യാസ്തമയത്തെ കുറിച്ചും ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരിയെ കുറിച്ചും കേട്ടപ്പോഴ് വളരെയധികം ആഗ്രഹം തോന്നിയിട്ടുണ്ട് എവിടേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കന്യാകുമാരി ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് കന്യാകുമാരിയിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി ആഗ്രഹം തോന്നിയിരുന്നു किसी न किसी कारण के चलते वहां जाना नहीं हो पा रहा എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എന്ത് പറ്റിയില്ല കന്യാകുമാരിയിൽ പോകാനുള്ള ചാൻസ് ഇതുവരെ കിട്ടിയില്ല अंततः यही इच्छा तब पूरी हुई जब मुझे मेरी बचपन की सगी की बहन के विवाह का निमंत्रण पत्र मिला അതായത് അവര് അപ്പൊ എനിക്ക് ഇതുവരെ പോകാൻ വേണ്ടി കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമാണ് പെട്ടെന്ന് എനിക്കൊരു എന്താണ് ഒരു ചാൻസ് വന്നു എങ്ങനെ ചാൻസ് വന്നത് എന്റെ കുട്ടിക്കാലത്ത് എന്റെ കുട്ടിക്കാലത്ത് പഠിച്ചിരുന്ന എന്റെ ഫ്രണ്ടിന്റെ സഹോദരിയുടെ വിവാഹം അവിടെ വെച്ചാന്നുള്ളൊരു ലെറ്റർ കിട്ടി കല്യാണക്കത്ത് അങ്ങനെ കിട്ടിയപ്പോഴ് കന്യാകുമാരിയിലെ വിവാഹത്തെ സൂചനാസെ മേരാമൻ ഹിന്ദുത അപ്പൊ കന്യാകുമാരിയിൽ നിന്നാണല്ലോ വിവാഹം അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി എന്തുകൊണ്ടായിരിക്കും സന്തോഷം തോന്നിയിട്ടുണ്ടാവുക എന്തുകൊണ്ടാ പെയ്ത്തെ കന്യാകുമാരിയിൽ പോകണം എന്റെ കുട്ടിക്കാലം മുതലേയുള്ള ആഗ്രഹമാണ് അല്ലെ അപ്പൊ അവിടേക്ക് ഒരു ചാൻസ് കല്യാണം മുഖേന ഒരു ചാൻസ് കിട്ടുമ്പോഴെന്താവും മനസ്സിൽ സന്തോഷം തോന്നും കന്യാകുമാരിയിലെ വിവാഹത്തെ സൂചനാസെ മേരാമൻ ഗിൽഗുഡ കന്യാകുമാരിയിലാണ് വിവാഹം എന്നറിഞ്ഞപ്പോ എന്റെ മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നി मैंने अपनी एक अन्य सखी राधिका के साथ दोपहर की गाड़ी से वहां जाने का कार्यक्रम बनाया അതായത് ഞാനും എന്റെ അടുത്ത കൂട്ടുകാരിയും രാധിക എന്നാണ് പേര് രാധികയും കൂടി ഉച്ച സമയത്ത് ആ വണ്ടിക്ക് പോകാനുള്ള തീരുമാനമായി എവിടേക്ക് പോകാൻ കന്യാകുമാരിയിലെ വിവാഹത്തിന് അല്ലെ നിശ്ചിത സമയ पर हम वैवाहिक स्थल पर पहुंच गए കൃത്യസമയത്ത് തന്നെ എവിടെ എത്തി ആ വിവാഹം നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു वर्षों बाद बचपन की सखी को अपनी आंखों के सामने देखकर हम दोनों की खुशी का कोई ठिकाना नहीं था എന്തത് കുറെ വർഷങ്ങളായിട്ട് ആണ് ഈ ഫ്രണ്ടിനെ അടുത്തു കാണുന്നത് ആ സഖിയെ ആ കൂട്ടുകാരിയെ തന്റെ മുന്നിൽ കണ്ടപ്പോഴേ രണ്ടുപേരുടെയും സന്തോഷം ഒന്ന് പ്രത്യേകിച്ച് പറയാനില്ല അത്രയും സന്തോഷം തോന്നി കുറെ വർഷങ്ങളായി തന്റെ ഫ്രണ്ടിനെ കാണുന്നില്ല അപ്പൊ ആ ഫ്രണ്ടിനെയും കൂടി കല്യാണത്തിന് കണ്ടപ്പോൾ ആ ഫ്രണ്ടിന്റെ സഹോദരിയുടെ വിവാഹമായിരുന്നു അപ്പൊ ആ ഫ്രണ്ടിനെ കണ്ടപ്പോഴേ കൂടുതലധികം സന്തോഷം തോന്നി ആ യെസ്
അല്ലെ യാത്രാ വിവരണം. ഒരു യാത്രാ വിവരണം എപ്പോഴും നടന്ന സംഭവമായിരിക്കും. ഒരു യാത്രയെ യാത്രാ വിവരണം എങ്ങനെ എഴുതുക? നിങ്ങളോട് ഇപ്പം വലിയ ക്ലാസ് എടുക്കുമ്പോൾ യാത്രാ വിവരണം എഴുതാൻ പറയും. അതായത് നിങ്ങൾ ഏതെങ്കിലും ടൂർ പോയ സംഭവം അത് വിവരിച്ച് എഴുതുക. എപ്പോ പോയി, ആരൊക്കെ കൂടെ പോയി, ഏതൊക്കെ കാഴ്ചകൾ കണ്ടു, എന്തൊക്കെ സംഭവിച്ചു എന്ന് എഴുതുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ അപ്പോ നഹാ ധോക്കർ ഹം സഖി കെ സാത്ത് വിവാഹ കെ കാം മേ ഹാത്ത് ബണ്ടാനെ ലഗി. ഞങ്ങൾ അവിടെ എത്തി കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ എവിടെ പങ്കെടുത്തു? ആ വിവാഹത്തിൽ പങ്കുചേർന്നു. വിവാഹ കി രസ്മേ സമ്പന്ന ഹുയി. നല്ല രസകരമായിരുന്നു ആ കല്യാണം. അഗലേ ദിൻ ഹംനെ ഏക് ഏക് കർക്കെ ഉൻ ദർശനീയ സ്ഥലവും കോ ദേഖ്നെ കാ കാര്യക്രം ബനായ. പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് ഒരു ചാൻസ് കൂടി കിട്ടി. എന്താണ്? കന്യാകുമാരിയില് പ്രശസ്തമായ സ്ഥലങ്ങൾ കാണുവാനുള്ള ഒരു ഏർപ്പാടുകൾ കൂടി അവർ ചെയ്തു തന്നു. ജിൻകെ ബാരമേ സോച്ച്കർ ഹി ഹം ഉത്സാഹിതി. വിവാഹത്തിന് പോയിട്ട് സദ്യ ഉണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരികയല്ല ചെയ്യുന്നത്. പിന്നെയോ അതാണ് ഈ വിവാഹത്തിന്റെ പ്രത്യേകത. എന്താ ചെയ്ത് ഈ വിവാഹത്തിന് അവരെന്താ ചെയ്തത്? ഈ പോയവർക്കൊക്കെ അവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണുവാനുള്ള ചാൻസ് കൂടി അവർ തന്നു. അപ്പൊ എനിക്ക് എന്തായി? കൂടുതലധികം സന്തോഷം തോന്നി. എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുമല്ലോ. എന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമല്ലേ അത്. സബ്സെ പഹലെ ഹം സമുദ്ര തട് പർ ബനെ ദേവി പാർവതി കെ അമ്മൻ മന്ദിർ പഹുഞ്ചെ. ഞങ്ങൾ ആദ്യം സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന പാർവതി ദേവിയുടെ ഒരു അമ്മൻ മന്ദിർ, അതിന്റെ പേര് അമ്മൻ മന്ദിർ ആണ്, അവിടെ എത്തിച്ചേർന്നു. മന്ദിർ മേ ഹംനെ ദേവി കെ ദർശൻ കിയെ. ഞങ്ങൾ ആ ടെമ്പിളിൽ പോയിട്ട് ദേവിയെ പ്രാർത്ഥിച്ചു. ദർശൻ കിയനാൽ കണ്ടു, അവിടെ പോയി കണ്ടു. തീനോ സമുദ്രവും, ആ അമ്മൻ മന്ദിറിന് ഒരു പ്രത്യേകതയുണ്ട്. तीनों समुद्रों के संगम स्थल पर बने इस मंदिर में सागर की लहरें किसी सुमधुर संगीत की ध्वनि सी सुनाई देती है. ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 3 കടൽ ഭാഗം, അതായത് അറബിക്കടലും ബംഗാൾ കി കാട് മീൻസ് ബംഗാൾ ഉൾക്കടല്, ഹിന്ദു മഹാസാഗർ എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രം. ഈ 3 കടലുകളും സംഗമിക്കുന്ന സ്ഥലത്താണ് ഏത്? ഈ പാർവതി ദേവിയുടെ അമ്മൻ മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണുവാൻ? മിസ്സിന് ഈ യാത്രാവിവരണം വായിച്ചതിന് ശേഷം മിസ്സിന് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി കാണണം. മിസ് ഇതുവരെ കണ്ടിട്ടില്ല. ഏതാ നമുക്ക് ഫെയ്റ്റേ? ശ്രീദേവ് എല്ലാവരും റെഡിയാണ്. വിജാസ് റെഡിയാണ് കേട്ടോ. വണ്ടി ഇറക്കാം. നമുക്ക് ഒരു ടൂർ പോവാം അല്ലെ? സ്പെഷ്യൽ ആയിട്ട് ഞാൻ റെഡി. വിജാസ് വരുമ്പോ നേരെ അവിടെ ഇറങ്ങിക്കോന്നാ പറഞ്ഞത്. അങ്ങനെ വേണ്ട, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാം. അപ്പൊ 3 സമുദ്രങ്ങൾ, 3 കടലുകളും സംഗമിക്കുന്ന സ്ഥലത്താണ് ഈ അമ്മൻ മന്ദിർ സ്ഥിതി ചെയ്യുന്നത് ഓർമ്മിക്കുക. ഏതൊക്കെ കടലെടുക്കള്? അറബിക്കടല്, ബംഗാൾ ഉൾക്കടല്, ഇന്ത്യൻ മഹാസമുദ്രം. കേട്ടല്ലോ? വിജാസ് നല്ല ഉറക്കത്തിലായിരുന്നു. പാവം അതിനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ ചെയ്യണ്ടേ? ഒരു ക്രൂരതയായിപ്പോയല്ലേ സജ്ജാ മിസ് ചെയ്തത്? അല്ല മിസ്, എണീച്ചപ്പം കണ്ടതാ. അതെ, ഓക്കെ. ഇപ്പൊ അവിടെ എത്ര സമയടാ? 10 മണി. ഇവിടെ 10:30. 10:30. ഓക്കെ. അത്രയാവും. അപ്പൊ അവിടെ ഈ 3 കടലിന്റെയും ആ വെള്ളം ഒഴുകുന്നതിന്റെ സൗണ്ട് സുമധുർ സംഗീത്, അതായത് നമ്മൾ അത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെ? അതായത് ഈ പുഴ ഒഴുകുമ്പോ അല്ലെങ്കിൽ ഒരു തോട് ഒഴുകുമ്പോ അതിനൊരു സംഗീതം ഉണ്ട്. അത് കവികൾക്കെല്ലാം മനസ്സിലാവും, നമുക്കറിയില്ല അല്ലെ? നമുക്ക് എന്താ അറിയലേ? എവിടെയെങ്കിലും ഒരു തോടോ പുഴയോ ഉണ്ടെങ്കിൽ ഒരു കല്ലെടുത്ത് എറിയാനോ, അല്ലെങ്കിൽ ഒരു കുപ്പി വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് സാധനം ഉണ്ടെങ്കിൽ എടുത്തെറിയാനോ അല്ലെ? ഇല്ലെങ്കിൽ അതിന്റെ അടുത്ത് ഒന്ന് എന്തെങ്കിലും വെള്ളം തെറിച്ച് കളിക്കാനോ, അത് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയല്ല. അതിന്റെ അടുത്ത് ഒന്ന് ശാന്തമായി ഒന്ന് ഒച്ചെടുക്കാതെ നിന്ന് നോക്കിയേ, അതിനൊരു സംഗീതം ഉണ്ട്, അതിനൊരു ട്യൂണുണ്ട്. കേട്ടല്ലോ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഈ 3 കടലും സംഗമിക്കുന്ന സ്ഥലത്ത് അമ്പലമായതുകൊണ്ട് ആ അമ്പലത്തിലെത്തുമ്പോൾ ഈ 3 കടലെടുക്കിന്റെയും നല്ലൊരു സംഗീതം ആ അമ്പലത്തിൽ കേൾക്കാൻ പറ്റുന്ന. കടലിന്റെ സംഗീതം കേട്ടിട്ടുണ്ടോ? ഇല്ല. കടലിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യില്ല നിങ്ങള്? തിരമാല വരുമ്പോ പിറകോട്ടോടും, പിന്നെ താഴോട്ട് പോകും അല്ലേ? കിണറുണ്ടാവുന്ന അത് പൂഴിമണലൊക്കെ ഇങ്ങനെ കൂമ്പാരമാക്കി വെക്കും. അത് തിര എടുത്ത് കൊണ്ടുപോകുന്നത് കണ്ട് രസിക്കും. നമ്മൾ ഇന്ന് വരെ കടലിന്റെ അല്ലെ ആ ഒഴുകുന്ന ആ തിരമാലയുടെ സൗണ്ടോ അതൊന്നും നമ്മൾ ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടില്ല അല്ലെ?
ഒന്ന് ഇനി എപ്പോഴെങ്കിലും പോയാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അതിന് സംഗീതം ഉണ്ടോ, എന്തെങ്കിലും ട്യൂൺ ഉണ്ടോ എന്ന് നോക്കുക. നെക്സ്റ്റ് പേജ് നമ്പർ 58. ഫസ്റ്റ് പേജ് മനസ്സിലായോ ഇജാസിനെ? ഇജാസിന് ക്ലിയർ ആയോ? പേജിനോ ഫസ്റ്റ് പേജ് ക്ലിയർ ആയോ? എന്നാലും നീ എന്നോട് ചോദിക്കണല്ലോ ക്ലാസ് ഉള്ളതുകൊണ്ട്. പേജ് നമ്പർ 58. इस कुदरती संगीत को सुनकर ऐसा लगा कि अद्भुत आनंद पा लिया हो. അതായത് ഈ സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു അത്ഭുതമായ ആനന്ദം, ഒരു പ്രത്യേക സന്തോഷം തോന്നി. ഏത് സംഗീതം കേൾക്കുമ്പോഴ്? കടലിന്റെ. ഈ കടലിന്റെ. യഹാ പഹുഞ്ചിക്കർ പതാ ചലാ कि मंदिर में स्थापित देवी के आभूषणों की रोशनी से भ्रमित होकर समुद्री जहाजों के दुर्घटनाग्रस्त होने की आशंका से इस मंदिर का पूर्वी द्वार हमेशा बंद रखा जाता. എന്താ ഈ അമ്പലത്തിന് വേറൊരു പ്രത്യേകത എന്നറിയോ? ഈ അമ്പലത്തില് സ്ഥാപിക്കപ്പെട്ട ദേവിയുടെ, സരസ്വതി ദേവിയുടെ ആണല്ലോ ഈ അമ്പലം എന്ന് പറഞ്ഞത്. ആ ദേവിയുടെ ശരീരം മുഴുവനും, ആ പ്രതിമയ്ക്ക് മുഴുവനും ആഭരണങ്ങളുണ്ട്, നിറയെ ആഭരണങ്ങൾ. അപ്പൊ ഈ ആഭരണങ്ങളുടെ ലൈറ്റ് കാരണം, പ്രകാശം കാരണം, അതായത് ഈ കടലില് വരുന്ന, കപ്പലിൽ യാത്ര ചെയ്ത് വരുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട്, എന്ത് ബുദ്ധിമുട്ട്? ഈ ആഭരണങ്ങളിൽ നിന്ന് ഒരുപാട് ആഭരണങ്ങള് എന്താ പറയണേ, അതില് സൂര്യപ്രകാശം കൂടി അടിക്കുമ്പോ എന്താവും? സ്വാഭാവികമായിട്ടും ലൈറ്റ് അടിക്കും അല്ലെ, കണ്ണിലേക്ക് ലൈറ്റ് അടിക്കും. അപ്പൊ നമുക്ക് ഈ കപ്പലിനൊക്കെ അപകടം സംഭവിക്കുന്നത് കാരണം കൊണ്ട് അതിന്റെ മെയിൻ ഡോറ്, അതായത് പൂർവീ ദ്വാർ, അത് അപൂർവ ഭാഗത്തുള്ള ഡോറ് എല്ലായ്പ്പോഴും അടച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ എന്താവില്ല, അവർക്ക് പറ്റത്തില്ല. പോകുന്നവർക്ക് വേറെ ഭാഗത്തേക്ക് ഡോറിലൂടെ പോകാൻ പറ്റും. പക്ഷെ മെയിൻ ഡോർ, മെയിൻ ഡോർ പൂർവ്വഭാഗത്ത്. പൂർവ്വഭാഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പഴയ ഭാഗം. പുറകു ഭാഗം, കിഴക്ക് ഭാഗം. പൂരബ്, കിഴക്ക്, പശ്ചിമ, പടിഞ്ഞാറാണ്. അപ്പൊ പൂർവീ ഭാഗത്തേക്ക് ഡോർ എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്തുള്ള ഡോറ് അടച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഈ ദേവിയുടെ ആഭരണങ്ങളുടെ ലൈറ്റ് കണ്ണിലേക്ക് പറ്റുമ്പോഴത് അവിടെ അപകടങ്ങൾ സംഭവിക്കുന്നു. അതിങ്ങനെ എന്താണ് കോടിയാ, അപ്പൊ കണ്ണിലേക്ക് ഇതാവുമ്പോ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. देवी दर्शन के बाद हम तमिल भाषा के प्रसिद्ध कवि തിരുവള്ളുവർ की ऊंची प्रतिमा देखने पहुंचे. നമ്മൾ ദേവി ദർശനം കഴിഞ്ഞതിന് ശേഷം തമിഴ് ഭാഷയുടെ പ്രധാനപ്പെട്ട കവിയുണ്ട് തിരുവള്ളുവർ. തിരുവള്ളുവറിന്റെ ഉയരമുള്ള ഒരു പ്രതിമയുണ്ട് അവിടെ, അത് കാണുവാൻ എത്തിച്ചേർന്നു. കവി തിരുവള്ളുവർ की ऊंची प्रतिमा പര്യടകവും കെ ആകർഷണ കേന്ദ്രം. ഈ തിരുവള്ളുവറിന്റെ ഈ ഉയരമുള്ള പ്രതിമയുണ്ടല്ലോ, ഇത് ടൂറിസ്റ്റുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തിരുവള്ളുവറിന്റെ പ്രതിമ കാണുക. ലഗ്ഭഗ് 38 फीट ऊंचे आधार पर बनी इस प्रतिमा का वजन लगभग 2000 टन है. ഏകദേശം 2000 ടൺ ഭാരമുണ്ട് ഈ പ്രതിമയ്ക്ക്. ആ ഊഞ്ചായി, ഇനി അതിന്റെ ഉയരോ കരീബ 133 ഫീറ്റ്, 133 ഫീറ്റ് അടി ഉയരമുണ്ട് ഏതിന്? തിരുവള്ളുവർ എന്ന ഈ കവിയുടെ പ്രതിമ. കഹാ ജാതാ ഹെ കി, പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ഇസ്കി ഊഞ്ചായി തിരുകുരൽ കെ 133 അധ്യായോ കാ സംഗീത് കർത്തി ഹെ. ഇങ്ങനെ ഹൈറ്റ് കൊടുക്കാനുള്ള കാരണം 133 അടി ഹൈറ്റ് എന്ന് പറഞ്ഞല്ലോ. ഇതിനെന്താ പ്രത്യേകത? ഈ 133 അടി കൊടുക്കാനുള്ള പ്രത്യേകത, ഇദ്ദേഹം എഴുതിയ ഒരു കാവ്യത്തിന്റെ, മഹാകാവ്യത്തിന്റെ 133 പേജുകൾ, 133 അധ്യായങ്ങളുണ്ട് ആ മഹാകാവ്യത്തിൽ. അതിനെ ഓർമ്മിച്ചുകൊണ്ടാണ് എന്താണ് ഈ 133 അടി ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. जो शांति मान को उनके कुरल पढ़कर होती है उसी शांति का अनुभव यहाँ भी हुआ. അദ്ദേഹത്തിന്റെ കാവ്യങ്ങൾ വായിച്ചാൽ സമാധാനം കിട്ടും മനസ്സിന്. അപ്പൊ ഈ പ്രതിമയുടെ അടുത്തെത്തുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ശാന്തി, സമാധാനം. മനസ്സിലായോ?
അത്രയും മനസ്സിലായോ? എവിടെ എത്തിയെന്ന് കണ്ടോ? എവിടെ? അല്ലോ ഇവിടെ. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതെന്താ മിസ് ഇവിടെ 133 രണ്ടുപേരുടെയും തല ഇപ്പൊ മിസ് കൂട്ടിയിടിക്കും. മിസ് ഇവിടെ മിസ് ആയിരിക്കും മിസ് ആ. 133 അടി. ആ ഇവരിങ്ങനെ ടെക്സ്റ്റ് തുറന്നു വെച്ച് ഇങ്ങനെ കാഴ്ച കാണാൻ. അല്ല മിസ് ഞാൻ എത്രയോട് എന്നാൽ കേട്ടല്ലോ മിസ് ചോദിക്കുമ്പോ നിങ്ങളെ മുന്നിൽ ഉണ്ടാവണേ. नेक्स्ट पेज पैराग्राफ। अगले दिन हम अपने आदर्श विवेकानंद का स्मारक देखने के लिए बहुत उत्साहित। പിറ്റേന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് നമുക്ക് പിന്നീട് വിവേകാനന്ദന്റെ സ്മാരകം കാണാനാണ് താല്പര്യം തോന്നുന്നത്. അതഹ സുബ ഹാം വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ജാപം. അതുകൊണ്ട് നമ്മള് എങ്ങോട്ട് പോയി? വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ കാണാൻ പോയി. ബച്പൻ സേ സ്ഥാൻ ദേഖിനെ കി ഇച്ഛാതി. കുട്ടിക്കാലത്ത് തന്നെ ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു, ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണമായിരുന്നു. പഠാ और सुना था कि किनारे से तैर कर विवेकानंद इस टापू पर आए थे और 3 दिन तक यही रहते थे. മുമ്പേ കഥയിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു, ചരിത്രമൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, വിവേകാനന്ദൻ ഈ കടൽ മാർഗത്തിലൂടെ നീന്തിയിട്ട് ഈ ഭൂമിയിൽ എത്തിച്ചേർന്നപ്പോൾ 3 ദിവസം ഈ സ്ഥലത്ത് കഴിഞ്ഞുകൂടി എന്നായിരുന്നു. ये 3 दिन उन्होंने कैसे व्यतीत किए होंगे इसके बारे में कोई नहीं जानता. ഈ 3 ദിവസം ഇവരെങ്ങനെയാണ് ഇവിടെ വിവേകാനന്ദൻ ചെലവഴിച്ചെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. പക്ഷെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇവിടെ കടൽ മാർഗം വഴി നീന്തി ഇവിടെ എത്തിയിട്ടുണ്ട് 3 ദിവസം. सब केवल यही जानते हैं कि इन 3 दिनों में उन्होंने राष्ट्र निर्माण का चिंतन किया था. सब केवल यही जानते हैं कि इन 3 दिनों में उन्होंने राष्ट्र निर्माण का चिंतन किया था. ഈ 3 ദിവസം ഇദ്ദേഹം ആ രാജ്യം നിർമ്മിക്കാനുള്ള ചിന്തയായിരുന്നു അതിന്റെ മനസ്സിൽ നിന്നാ പറയുന്നത്. ഈ ഘടനയ്ക്ക് കരീബ്, ഈ സംഭവത്തിന് ശേഷം 100 വർഷവും 100 വർഷങ്ങൾക്ക് ശേഷം ഏകനാഥജി റാനാഡെ എന്ന ശിലാസ്മാരക സ്വപ്ന ദേഖ ഔസെ സാഗാർക്കിയ. 100 വർഷം കഴിഞ്ഞു ഈ സംഭവം കഴിഞ്ഞിട്ട്. അതിനുശേഷം 100 വർഷത്തിന് ശേഷം ഏകനാഥ്ജി റാനാഡെ എന്ന് പറഞ്ഞ ഒരു ശിലാസ്ഥാപകൻ ഈ സംഭവം സ്വപ്നം കാണുകയും അത് സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്തു. അതാണ് ഇവിടെ കാണുന്ന വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. ക്ലിയർ ആയോ? ഇപ്പൊ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ സ്ഥാപിച്ചത് ഏകനാഥ്ജി റാനാഡെ ആണ്. അതായത് ആ സംഭവം വിവേകാനന്ദ വന്നതിന് ശേഷം 100 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സ്വപ്നം കാണുകയും ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയുമാണ് ചെയ്തത്. ഓക്കെ ആയോ? ഓക്കെ അല്ലടാ ഇജാസ്? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ ക്ലാസ്. കാരണം മിസ്സിന്റെ അടുത്ത ക്ലാസ് 6ാം ക്ലാസ്സിലേക്ക് പോകാനായി. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ബാക്കി നമുക്ക് 2:30ക്ക് ഉണ്ടല്ലേ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഒന്നുകൂടെ 2:30ക്കുള്ള ക്ലാസ് കൂടെ എടുക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ ഇജാസേ? കുറച്ചുകൂടി ഉറങ്ങിക്കോ, എന്നിട്ട് 2:30 ആകുമ്പോൾ റെഡി ആയിട്ട് വന്നു കേട്ടോ. ഓക്കെ, ബൈ, സി യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. ഓക്കെ, ബൈ. നിന്നെ ഭീഷണിപ്പെടുത്തുന്നടാ ഇജാസേ.